പ്രിയ ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും സക്സസ് PSCയിലേക്ക് സ്വാഗതം. ഇനിയുള്ള ദിവസങ്ങളിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCERT പുതിയ ടെക്സ്റ്റ് ബുക്ക്, PSC ബുള്ളറ്റിൻ 65-ാം വാർഷിക വിശേഷാൽ പതിപ്പ് 25,000 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, PSC പരീക്ഷകൾക്ക് ആവശ്യമായ പത്രമാധ്യമങ്ങളിലെ ആനുകാലികം എന്നിവ ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് SCERT സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ 5ാമത്തെ പാഠമായ സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്ന പാഠമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ പുസ്തകമാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ. മിലേ സുർ മേര എന്ന് തുടങ്ങുന്ന ഗാനം രചിക്കപ്പെട്ട വർഷം 1988. മിലേ സുർ മേര എന്ന് തുടങ്ങുന്ന ഗാനം രചിക്കപ്പെട്ട വർഷം 1988. പുഷ്കർ മേള, ഗജമേള, ഹരിയാലി തീജ് എന്നീ ആഘോഷങ്ങൾ നടക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. പുഷ്കർ മേള, ഗജമേള, ഹരിയാലി തീജ് എന്നീ ആഘോഷങ്ങൾ നടക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം 1871. പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം 1871. EB ടൈലറാണ് പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. EB ടൈലർ ആണ് 1871 പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. സാമൂഹ്യീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യീകരണം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യീകരണം. ഈ സാമൂഹ്യീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ മുതലായവ. ഭൗതിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവ. ഭൗതിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവ. ഭൗതികേതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് പ്രകടമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ മുതലായവ. ഭൗതികേതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ് പ്രകടമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ മുതലായവ. നമ്മുടെ കറൻസി നോട്ടുകളിൽ 15 ഭാഷകളുണ്ട്. കറൻസി നോട്ടുകളിലെ ഭാഷകളുടെ എണ്ണം 15. സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ്: സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്, സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ്, സംസ്കാരം പ്രതീകാത്മകമാണ്, സംസ്കാരം ചലനാത്മകമാണ്, സംസ്കാരം സാമ്പ്രദായികമാണ്. അപ്പോൾ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ്: അത് പഠിച്ചെടുക്കുന്നതാണ്, പങ്കുവയ്ക്കുന്നതാണ്, പ്രതീകാത്മകമാണ്, ചലനാത്മകമാണ്, സാമ്പ്രദായികമാണ്. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം. ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം. സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുന്നതാണ് അന്യസംസ്കാരമാർജിക്കൽ. സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുന്നതാണ് അന്യസംസ്കാരമാർജിക്കൽ. ഒരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുന്നതാണ് സാംസ്കാരിക സ്വാംശീകരണം. ഒരു
ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുന്നതാണ് സാംസ്കാരിക സ്വാംശീകരണം. ഇനി കുറച്ച് PSC ബുള്ളറ്റിൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബീവി. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 58. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 58. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് 1973 സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്. ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ കാണാൻ കാരണമായ പ്രതിഭാസമാണ് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത. ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ കാണാൻ കാരണമായ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ധനഞ്ജയ് കീർ വിശേഷിപ്പിച്ചത് ജ്യോതിബ ഫുലെയാണ്. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ധനഞ്ജയ് കീർ വിശേഷിപ്പിച്ചത് ജ്യോതിബ ഫുലെയാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണഘടകമാണ് ആൻഡമാൻ നിക്കോബാർ. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണഘടനാ ഘടകമാണ് ആൻഡമാൻ നിക്കോബാർ. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്? 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 165.2 ചതുരശ്ര കിലോമീറ്ററാണ് പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷനാണ് അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷനാണ് അലോക് റാവത്ത്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് 2013 സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം പങ്കിട്ടത് രാജ്കുമാർ റാവു ആണ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് 2013 സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം പങ്കിട്ടത്. ദേശീയ ജലപാത 1 അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ഹാൽഡിയ. ദേശീയ ജലപാത 1 അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ഹാൽഡിയ. അപ്പോൾ ദേശീയ ജലപാത 1 അലഹബാദിനെയും ഹാൽഡിയയെയും ബന്ധിപ്പിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബീവി. രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 58. 1973 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം വെളുപ്പ് നിറത്തിൽ കാണാൻ കാരണമായ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ധനഞ്ജയ് കീർ വിശേഷിപ്പിച്ചത് ജ്യോതിബ ഫുലെയാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണഘടകമാണ് ആൻഡമാൻ നിക്കോബാർ. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ്. മികച്ച നടനുള്ള അവാർഡ് 2013 സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം പങ്കിട്ടത് രാജ്കുമാർ റാവു ആണ്. ദേശീയ ജലപാത 1 അലഹബാദിനെ ഹാൽഡിയയുമായി ബന്ധിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ.